ഹൈ ഫ്രണ്ട്സ് ടോട്ട് വാ വെളിയിൽ ഇറങ്ങി ചൂടിയിട്ട് പോകുമ്പോൾ ഒരു ബേബി വന്ന് മമ്മി എന്നാ ഹാക്ചായിരുന്നു ഷുഗർ ഷാക്കായിരുന്നു. എന്താ മമ്മിയ എന്ന് നോക്ക് ബേബിനെ നോക്കാം ഷുഗർക്ക് ഷാക്ക്. ഓഹോ അപ്പം ഇത് എൻ്റേതല്ലേ എന്ന് ഷുഗർ നോക്കായിരുന്നു. ഷുഗർ നോക്കില്ല ബേബി ഷാക്കായിരുന്നു. ആര്യാണ് ബാ ബേബീന ഡാഡി എന്ന് പറഞ്ഞ് ബേബിൻ്റെ അടുത്തായിരുന്നു. ഷുഗർ ടെൻഷനായി. ഷുഗർ അകത്ത് പോയായിരുന്നു. ഈ അത് റോസിന് അമ്മയച്ഛൻ നോക്കുമ്പോൾ ആരേത് ആൻറ്റി അങ്കൾ ബേബിന് നിങ്ങൾ എൻ്റെ ബേബിനും വേറൊന്നും നോക്കരുത്. ഹീറോയിനോ അല്ല ഷുഗറിനെ നോക്കിയിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ടിന് മമ്മി ഡാഡി ഷോക്കായിരുന്നു. നിങ്ങൾ ഞാൻ കുട്ടീൻ്റെ ഡാഡി എന്ന് പറഞ്ഞു. അവർക്ക് ഷാക്കാണ്. ഡാഡിയാ അപ്പോൾ ഇല്ലപ്പാ അത് ഞാൻ ഇവിടെ തേടിയിരുന്നു. ഇവിടെ മുങ്ങിപ്പോയി ഷുഗർ പറഞ്ഞേനെ. ഞാൻ പ്രൊപ്പോസ് ചെയ്ത് ഒരിക്കൽ ഡ്രിങ്ക്സ് ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് അവളെ കൂടെ ഇതായത് എന്ന് ഷുഗർ വന്ന് ചുമ്മാ വന്ന് പളവ് പറയായിരുന്നു. അവർ അങ്ങനെയാണോ എന്ന് കുറച്ച് പണ്ട് പറയാം. ഞാൻ ലവ് ചെയ്തായിരുന്നോ അതുമാത്രമല്ല കുറച്ച് ഡ്രിങ്ക്സ് ചെയ്തായിരുന്നു. ഇവൾ ഡ്രിങ്ക്സ് ചെയ്തായിരുന്നു. അങ്ങനെ ചുമ്മാ പറഞ്ഞായിരുന്നു. ഇവൾ ഡ്രിങ്ക്സ് ചെയ്തിട്ട് ഇവൾ എന്നെ ടോർച്ചർ അതുകൊണ്ട് നിങ്ങൾക്ക് ബേബി അതെന്ന് പറഞ്ഞു. ഇത് കേട്ട് പൂജക്ക് ഷാക്ക്. എന്താടാ നീ ഡ്രിങ്ക്സ് ചെയ്തായിരുന്നു? ഷുഗർ നോക്കി മുറിക്കായിരുന്നു. അങ്ങനെ റൂം പോയായിരുന്നു. ഞാൻ മാരേജ് കഴിക്കാമെന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. നല്ല ദിവസം ഇപ്പോൾ മാരേജ് കഴിച്ച് ഞാൻ ഇവളെ വിളിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞായിരുന്നു. ആരും ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. ഷുഗർ എവിടെയപ്പാ താമസിക്കുന്നത്? ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഞാൻ പോകുന്നെന്ന് പറഞ്ഞ് അവിടുന്ന് പോയി. നമുക്ക് വീനെ നോക്കാം. വീക്ക് ഒരു മാതിരിയായിരുന്നു. ഷുഗറിനോട് സംസാരിക്കും. ഷുഗർ ശരിയിടാ എന്ന് പറഞ്ഞു. വെളിയിൽ വന്നപ്പോൾ നോക്കുമ്പോൾ ഒരു ബേബി ഉണ്ടായിരുന്നു. വീക്ക് ഷോക്കായിരുന്നു. വീക്ക് ഷോക്കായിരുന്നു. അതെ ബേബി മാതിരി ഉണ്ടായിരുന്നു. വീക്ക് കുറച്ച് ഡൗട്ട് വരാൻ തുടങ്ങിയായിരുന്നു. എന്നെ മാതിരി ഉണ്ടല്ലോ എന്ന് ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. അവിടെ ഒരു ഗേൾ ഉണ്ടായിരുന്നു. വന്ന് ഹാക്ക് ചെയ്തു. മമ്മി എന്ന് നോക്കുമ്പോൾ വീട് കാണാൻ പറ്റില്ല. അങ്ങനെ ഫോളോ ചെയ്ത് വന്ന് നോക്കുമ്പോൾ വീട് കണ്ട് ഷോക്കായിരുന്നു. അങ്ങനെ ഹീറോയിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഡീറ്റെയിൽസ് അറിയാൻ നോക്കിയായിരുന്നു. ട്രൈ ചെയ്ത് അതുകൊണ്ട് അറിഞ്ഞില്ല. ബേബി ഉണ്ട്. അപ്പോൾ ഇവൾ വീ കുറച്ച് ഡൗട്ട് വരുന്നു. അങ്ങനെ വീ കുറച്ച് ഡൗട്ട് വന്നായിരുന്നു. അങ്ങനെ ബേബി വെളിയിൽ വന്നായിരുന്നു. വീയോടെ വന്നായിരുന്നു. അങ്ങനെ കളിക്കായിരുന്നു ബേബി. അങ്ങനെ ബേബിനെ വിളിച്ചായിരുന്നു. നിങ്ങൾ ആരാന്ന് ഷുഗർ ഉണ്ടായിരുന്നു. അപ്പോൾ ഷുഗറിന് ബേബിക്ക് ഓൾറെഡി അറിയാം. അത് ബേബിൻ്റെ ഫ്രണ്ടിൻ്റെ അങ്കിളാണ് പറഞ്ഞിരുന്നത്. ആ ബേബി പറയുന്നു മമ്മിയൊക്കെ ഇങ്ങനെയായിട്ട് വീ വിളിച്ച ബേബി പറഞ്ഞു മുടിയെടുത്തായിരുന്നു. ഒരു മാതിരി സ്ട്രക്ചർ കണ്ടിട്ടായി ബേബീൻ്റെതാ എന്ന് ലുക്ക് ഇട്ടായിരുന്നു. അവിടുന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക കാക്കായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. കണ്ടുപിടിച്ച കാര്യം അറിയില്ലായിരുന്നു. ഇവിടെ ഇരുന്ന് കാക്കായിരുന്നു. സാർ ശരി നോക്കുമായിരുന്നു. വീക്ക് കൺഫേം ആയിരുന്നു. അപ്പായി ബേബീൻ്റെത്. പിന്നെ ഒരു റിപ്പോർട്ട് നോക്കിയത് മമ്മി പോലെ തന്നെയാണോ അങ്ങനെ നോക്കുമായിരുന്നു. അതെ വീക്ക് മുടി എങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാൽ ഒരാളെ വെച്ചായിരുന്നു. അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്ററിൻ്റെ അളവ് ചെന്നിട്ട് മുടി എടുത്തണമെന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കൺഫേമായി. അപ്പോൾ ഇവള് എൻ്റെ ബേബി എൻ്റേത്. അപ്പോൾ ഇവളെ കൂടെയാണ് ഉണ്ടായിരുന്നു. അതെങ്ങനെയപ്പാ ഓർക്കായിരുന്നു. വീക്ക് അങ്ങനെ ഏജിൽ കണക്കോട്ടെ അപ്പം മനസ്സിലായി വീക്ക് ആ ഹോട്ടലിൽ നടന്നതാ. ഡ്രസ്സിലായിരുന്നു. അതെങ്ങനെ എനിക്ക് ഇവളുടെ എല്ലാം കേട്ടാവണം. ഒരു പ്ലാൻ ഇട്ടു. വീക്ക് ഓൾറെഡി ഫീലായിരുന്നു. അങ്ങനെ കൊണ്ട് ശരി ഇവളെ കണ്ടുപിടിക്കണമെന്ന് ഒരു വേറെ പ്ലാൻ ഷുഗറോട് പറഞ്ഞു. ഷുഗർ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ടിനോടാണ് പറഞ്ഞത്. ഫ്രണ്ടിക്ക് ഓക്കെ പറഞ്ഞ് സംസാരിച്ച ഫ്രണ്ട് നടന്ന് കാണുന്നു പറഞ്ഞു. വീക്ക് മനസ്സിലായി. ഓക്കെ അപ്പോൾ പറഞ്ഞത് അപ്പോൾ നിന്റെ ഫ്രണ്ടിക്ക് ഞാൻ മാരേജ് കഴിക്കാൻ പോകുന്നത്. വീട്ടിലെല്ലാം ഹീറോ വെളിയിൽ പോയപ്പോൾ വീട്ടിലെല്ലാം സംസാരിച്ച് ഒരു അമ്പലത്തിലല്ല ഒരു ഇവിടുത്തെ മാരേജ് നടക്കാൻ പോകുന്നത്. ഹീറോയ്ക്ക് ഒന്നും അറിയില്ല. കണ്ണ് ചുമ്മി പ്രാർത്ഥിക്കായിരുന്നു. അപ്പോൾ വന്ന് താലി കെട്ടിയായിരുന്നു. അത് ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. ഹീറോയ്ക്ക് കണ്ണ് ചുമ്മി പ്രാർത്ഥിക്കായിരുന്നു. അതുകൊണ്ട് ഹീറോയുടെ ഫ്രണ്ടിക്ക് ഹീറോയ്ക്ക് മാരേജ് നടന്നു. അങ്ങനെ ഹീറോയ്ക്ക് കണ്ണ് തുറന്നു താലി കണ്ട് ഷോക്കായിട്ട് ഹീറോയിൻ നോക്കും ആയിരുന്നു. ഒരു മാസം ഹീനെ കണ്ട് ഷോക്കായിരുന്നു. അതിനടുത്ത് പോയി നോക്കി പറഞ്ഞു മാരേജ് നടന്നു വാ ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞു. ഇവിടെ ഇരുത്തി ബാക്കി ചടങ്ങെല്ലാം നടന്ന് വന്നിരുന്നു. കൈ പിടിച്ചായിരുന്നു. ഹീറോയെ അവിടുന്ന് പോകാൻ നോക്കി ട്രൈ ചെയ്തു. മറിയാതിൽ വേണ്ടി കൂടെ വരുന്നു. അങ്ങനെ മുരട്ടിയായിരുന്നു. കടുപ്പി ചെറുക്കി വിട്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇന്ത്യൻസ് മാരേജ് ഫുള്ള് നടന്നായിരുന്നു. അങ്ങനെ കൊറിയൊക്കെ വിളിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു നീ ഇവിടെ തന്നെ ഡോക്ടറായിക്കോ എനിക്ക് ഇഷ്ടമുണ്ടോ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഹീറോയി അത് ഞാൻ ബേബി കൂടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. വീണ്ടോ ശരി ഓക്കെ എനിക്ക് സ്വന്തം ഒരു ഹോസ്പിറ്റലുണ്ട് നീ ആ ഹോസ്പിറ്റലിൽ ഇത് ചെയ്തതെന്ന് പറഞ്ഞ് അവിടുത്തെ MDA ചെയ്തെന്ന് പറഞ്ഞായിരുന്നു. ചെയർമാൻമാർ ഷാക്കായി ഹീറോയെ നോക്കുമായിരുന്നു. ചെയർമാനാ അതെ എന്ന് പറഞ്ഞ് നോക്കിയിട്ട് പോയായിരുന്നു. അപ്പോൾ വീണ്ടും കേട്ടത് എനിക്കല്ലേ ഗേൾ ഫ്രണ്ട് ഉണ്ടോ എൻഗേജ്മെൻറ്റ് പറയായിരുന്നു. എനിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല എൻഗേജ്മെൻറ്റും ആയിട്ടാ ചുമ്മാ റൂമറാ എന്ന് പറഞ്ഞ് അവിടുന്ന് പോയായിരുന്നു. ഇത് കേട്ട ഹീറോയ്ക്ക് ഷാക്കായിരുന്നു.
ഹീറോയുടെ ഫ്രണ്ട് വന്ന് പറയുന്നു മച്ചി എന്ന് കരയായിരുന്നു. എന്തടി പറ്റി? ഈ ഷുഗ എന്നെ പറ്റിച്ചെടി എന്ന് കരയായിരുന്നു. എന്തടി പറഞ്ഞ? അവൾക്ക് എൻഗേജ്മെൻറ്റും ആയില്ല എന്തും ആയില്ലടി, മണ്ണച്ചു മഞ്ഞ് പറ്റിച്ചെന്നെ പറഞ്ഞായിരുന്നു. ഓ അങ്ങനെയാണോ? ഷുഗറിനെ എന്തടി ഷുഗർക്ക് പറ്റി? ഹാങ് എന്ന് കയറ്റിയ ഒപ്പാ നിങ്ങൾക്ക് എന്ത് പറ്റി എന്ന് കേൾക്കായിരുന്നു. ആ നിൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലേ ഇവള് എന്നെ കുത്തിയിട്ട് വെച്ചിന് എന്ന് പറഞ്ഞ് കണ്ണ് ചൂന്നിട്ടുണ്ടായിരുന്നു. പാവു ഷുഗ, ഞാനൊരു സിംഗർ, എൻ്റെ കണ്ണ് ഇങ്ങനെയായി ഞാൻ എന്ത് ചെയ്യൂ എന്ന് ഷുഗ കരയായിരുന്നു. സമാധാനമാക്കിയായിരുന്നു. അങ്ങനെ കുറേ സൈസ് മാരേജ് എല്ലാവരുടെയും. ഷുഗ ഫസ്റ്റ് സ്റ്റേജ് വന്നു. ഹലോ ഫ്രണ്ട്സ്, അർമിസ്, നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് ഗുഡ് ന്യൂസ്, സാഡ് ന്യൂസ്. ഇങ്ങനെ ഹീറോയുടെ ഫ്രണ്ട് വിളിച്ചായിരുന്നു. ഇതെൻ്റെ വൈഫ്, ഇതെൻ്റെ ബേബിയാണ്. പിന്നെ എല്ലാവരോടും പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് ബ്രേക്കപ്പ് മതിയായിരുന്നു. അങ്ങനെ പറഞ്ഞായിരുന്നു. ഇവ മാരേജ് ആയിട്ട് ഇത് കേട്ട് എൻ്റെ ഫ്രണ്ട് ഷോക്കായിരുന്നു. ഇവനെന്തിപ്പോൾ ഇങ്ങനെ കളവ് പറയുന്നതെന്ന് ഷോക്കായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ വി പറയായിരുന്നു. അങ്ങനെ വിയും പറഞ്ഞായിരുന്നു. ഇത് കേട്ട് കുറച്ച് ആദ്യമേ സാഡായിരുന്നു. ശരി ഓക്കെ ആയിരുന്നു. ബേബീസിനെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെയായിട്ട് ഇത് കേട്ട് ജങ്കുക്കും ജിമ്മിനിക്കും മേടിച്ച് സാഡായിരുന്നു. എന്താ ഹാങ് മാരേജ് വെച്ച് ജിമ്മിന് പറ ഇവനോട്ട് വെറുതെ ഞാൻ എനിക്കും കൊല്ലാനും കഴിഞ്ഞിട്ടില്ല എന്ന്. അങ്ങനെ വായോളം ജയഹോപ്പ് വായോളന്നായിരുന്നു. പാറും വായോളം എന്ന് ആക്കിയവർക്ക് നടക്കട്ടെ നടക്കട്ടെ എല്ലാം കാരണം നടക്കട്ടെ എന്ന് പറഞ്ഞാറുണ്ടായി. ആറും വായുളന്നായിരുന്നു. ജയഹോപ്പ് കളിയാക്കിയ പിന്നെ എന്താടാ കല്യാണം കഴിച്ചോ കുട്ടിയായിടോ എന്നറിഞ്ഞ് നടക്കട്ടെ ഇതാ പറഞ്ഞ എല്ലാവരും ചിരിക്കായിരുന്നു. അങ്ങനെ ആർമിസ് ഭയങ്കര ഹാപ്പി. അങ്ങനെ സോങ്സുള്ള ഹീറോ അവർക്ക് ഹെൽപ്പ് ചെയ്യായിരുന്നു. അങ്ങനെ അതുമാത്രമല്ല രണ്ടുപേരും കപ്പിൾസ് പാട്ട് ഡാൻസ് എല്ലാം കളിക്കും. അതുമാത്രമല്ല ജയഹോപ്പ് നോക്കിയായിരുന്നു. നിനക്ക് ഫ്രണ്ട് ഉണ്ടാ ചെല്ലുപ്പാ, എനിക്ക് പാർട്ട്ണറുണ്ട് നല്ലടനെ. അപ്പോൾ ജയഹോപ്പിനെ കണ്ട ഹീറോ പറയുന്നു നിനക്ക് പാർട്ട്ണറുണ്ട് അങ്ങോട്ട് നോക്കുമായിരുന്നു. ജയഹോപ്പൊക്കെ പാർട്ട്നേഴ്സ് ഇട്ടായിരുന്നു. അങ്ങനെ ബാക്കി മെമ്പേഴ്സൊക്കെ ജിമ്മിനിക്കും പാർട്ട്നേഴ്സ് സെറ്റായി. ജങ്കുക്ക് സൈഡായിരുന്നു. ജങ്കുക്ക് എന്ന് പറയാം. ജങ്കു തിരിഞ്ഞു നോക്കും. അവിടെ ഒരു ഹീറോയിൻ്റെ